Dear students, welcome to Learner's World. In this video, I'm going to talk about Adaminte Varial, Fundamentals of Film Studies, FUGP, Semester 5, BA English Language and Literature, Calicut University. Summary of Adaminte Varial. Adaminte Varial is a classic Malayalam film directed by K.G. George and released in 1983. ആദാമിൻ്റെ വാരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ 1983 റിലീസ് ചെയ്തിട്ടുള്ള KG ജോർജ് സംവിധാനം ചെയ്ത ഒരു ക്ലാസിക് മലയാള സിനിമയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെമിനിസ്റ്റ് ഫിലിംസ് ഇൻ മലയാളം സിനിമ. അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ദ ഫിലിം പ്രസൻറ്റ് ദ ലീവ്സ് ഓഫ് 3 women ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് ആൻഡ് ഷോസ് ഹൗ ദേ സഫർ അണ്ടർ എ പാട്രിയാർക്കൽ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു മൂവിയിൽ കാണാൻ കഴിയുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള 3 സ്ത്രീകളുടെ ജീവിതമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിൽ അവരനുഭവിക്കുന്ന അടിച്ചമർത്തലും അനീതിയും ഒക്കെ ഈ സിനിമ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. Through realistic storytelling, KG George exposes gender inequality, domestic oppression, emotional isolation and the denial of women's freedom. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ ലിംഗാസമത്വം, അതുപോലെ ഇമോഷണൽ ഐസൊലേഷൻ, വൈകാരികപരമായിട്ടുള്ള ഏകാന്തത, സ്ത്രീകളുടെ സ്വാതന്ത്ര്യ നിഷേധം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് KG ജോർജ് ശക്തമായിട്ട് ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട്. ദ ഫിലിം റിമൈൻസ് റെലവൻറ്റ് ബിക്കോസ് ഇറ്റ്സ് തീംസ് ഓഫ് വുമൻസ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആർ സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ടുഡേ. ഈ ഒരു സിനിമ ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെയും സാമൂഹ്യ നീതിയെയും കുറിച്ചിട്ടുള്ള ഈ ഒരു സിനിമയുടെ സന്ദേശം ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സംവിധായകനെ കുറിച്ചിട്ട് നോക്കാം. KG ജോർജ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് filmmakers in Malayalam cinema. He studied at the Film and Television Institute of India, Pune, and began his career as an assistant director under Ramu Kariyat. KG ജോർജ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹം പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ആണ് പഠനം നടത്തിയത്. തുടർന്ന് പ്രശസ്ത സംവിധായകനായ രാമു കരിയാട്ടിൻ്റെ സഹസംവിധായകനായിട്ട് സിനിമാ ജീവിതം ആരംഭിച്ചു. ഹിസ് ഡിബറ്റ് ഫിലിം സ്വപ്നദാനം, ഇറ്റ് റിലീസ്ഡ് ഇൻ 1975, വൺ ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം ഫീച്ചർ ഫിലിം. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് സ്വപ്ന നാടനം. 1975 റിലീസ് ചെയ്തത്. മികച്ച മലയാള ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ജോർജ് ബിക്കം എ ലീഡിംഗ് ഡയറക്ടർ ഓഫ് മലയാളം മിഡിൽ സിനിമ വിച്ച് കമ്പൈൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ് വിത്ത് കൊമേഴ്ഷ്യൽ അപ്പീൽ. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവും അതുപോലെ ജനപ്രീതിയും ഒരുമിച്ച് ചേർത്ത് ഒരു മിഡിൽ സിനിമ പ്രസ്ഥാനത്തിലെ പ്രധാന ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സം ഓഫ് ഹിസ് ഫേമസ് ഫിലിംസ് ഇൻക്ലൂഡ് ഉൾക്കടൽ മേള, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടി പാലം, ഇറകൾ ആൻഡ് മറ്റൊരാൾ. അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകളാണ് ഈ പറഞ്ഞതൊക്കെ. ദെൻ ഹി ലേറ്റർ റിസീവ്ഡ് ദ ജെസ്സി ഡാനിയൽ അവാർഡ്, ദ ഹയസ്റ്റ് ഓണർ ഇൻ മലയാളം സിനിമ. പിന്നീട് അദ്ദേഹത്തിന് മലയാള സിനിമക്കുള്ള ജെസ്സി ഡാനിയൽ അവാർഡ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു മൂവിയുടെ സ്റ്റോറിയും അതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെയാണ് പറയുന്നത്. The film tells the stories of Alice, Vasanthi and Ammini, 3 women from different social backgrounds. ഇതിൽ 3 സ്ത്രീ കഥാപാത്രങ്ങളാണ്. ആലീസ്, വസന്തി, അമ്മിണി. ഈ 3 സ്ത്രീകളുടെ ജീവിതമാണ് സിനിമ പറയുന്നത്. ഓൾദോ ദെയർ ഇക്കണോമിക് കണ്ടീഷൻസ് ആർ ഡിഫറെൻറ്റ്, ഓൾ 3 സഫർ ബിക്കോസ് ഓഫ് മെയിൽ ഡൊമിനേഷൻ ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അവരുടെ 3 പേരുടെയും സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിലും അവർ അനുഭവിച്ചതൊക്കെ ഒന്നായിരുന്നു. അതായത് പുരുഷാധിപത്യവും സാമൂഹിക അനീതിയും മൂലം എല്ലാവരും 3 പേരും ദുരിതം അനുഭവിച്ചിരുന്നു. ആലീസ് ഈസ് എ വെൽത്തി വുമൺ മാരീഡ് ടു ബിസിനസ് മാൻ മാമച്ചൻ.
Even though she has a comfortable life, she receives no love or emotional support from her husband. Mamachan uses her only to improve his business relationship. Feeling lonely, Alice falls in love with a younger man, hoping to find happiness. However, he also betrays her, leaving her emotionally broken. അപ്പോൾ ആദ്യത്തെ സ്ത്രീ ആലീസാണ്. സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആലീസ്. അവൾ വ്യവസായിയായിട്ടുള്ള മാമച്ചൻ്റെ ഭാര്യയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഭർത്താവിൽ നിന്ന് സ്നേഹമോ മാനസിക പിന്തുണയോ ഒന്നും അവൾക്ക് ലഭിക്കുന്നില്ല. ബിസിനസ് നേട്ടങ്ങൾക്കായി മാത്രമാണ് മാമച്ചൻ അവളെ ഉപയോഗിക്കുന്നത്. അവൾക്ക് ലോൺലിനെസ് കാരണം ഒരു യുവാവുമായിട്ട് അവൾ സ്നേഹത്തിലാകുന്നുണ്ട്, പ്രണയത്തിലാകുന്നുണ്ട്. എന്നാൽ അയാളും അവളെ വഞ്ചിക്കുന്നുണ്ട്. ഇതോടെ അവൾ മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. ഈ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വസന്തിയാണ്. വസന്തി ഈസ് എ ഹാർഡ് വർക്കിംഗ് മിഡിൽ ക്ലാസ് വുമൺ. ഷി ക്യാരീസ് ദ ബർഡൻ ഓഫ് സപ്പോർട്ടിങ് her family. Her husband is unemployed and addicted to alcohol. Instead of helping her, he depends on her earnings and treats her selfishly. Continuous stress and emotional suffering finally lead to nervous breakdown. വാസന്തി ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഒരു ജോലിക്കാരിയാണ്. കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവളുടെ ചുമലിലാണ്. ഭർത്താവ് അൺഎംപ്ലോയിഡാണ്, ആൽക്കഹോളിക്കാണ്. അവളെ സഹായിക്കുന്നതിന് പകരം അവളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് അയാൾ ജീവിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മാനസിക സമ്മർദ്ദവും കുടുംബഭാരവും കാരണം വസന്തിക്ക് ഒടുവിൽ മാനസിക ഹാർട്ട് ബ്രോക്കൺ ആവുന്നുണ്ട്, മാനസിക തകർച്ച സംഭവിക്കുന്നു. അടുത്ത ആൾ അമ്മിണിയാണ്. അമ്മിണി ഈസ് എ പൂർ മെയ്ഡ് വർക്കിംഗ് ഇൻ ആലീസ് ഹൗസ്. ഷി ബിലോങ്സ് ടു ദ ലോവർ ക്ലാസ് ആൻഡ് ഈസ് സെക്ഷുവലി exploited and abused by Mamachan. Her poverty makes her even more vulnerable to exploitation. Through Amini, the film shows how poor women face both class oppression and gender discrimination. അമ്മിണി ആലീസിൻ്റെ വീട്ടിലെ സെർവൻ്റാണ്. ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അവളെ മാമച്ചൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യം കാരണം അവൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അമ്മിണിയുടെ ജീവിതത്തിലൂടെ ദരിദ്ര സ്ത്രീകൾ നേരിടുന്ന വർഗപരവും ലിംഗപരവുമായിട്ടുള്ള ചൂഷണം ഒക്കെയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇനി മേജർ തീംസ് നോക്കാം. ദ സെൻട്രൽ തീം ഓഫ് ദ ഫിലിം ഈസ് പാട്രിയാർക്കി. ഈ സിനിമയുടെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് പുരുഷാധിപത്യം തന്നെയാണ്. KG George shows that women from every social class experience different forms of oppression. Rich women face emotional neglect, middle class women carry endless family responsibilities, and poor women suffer physical and economic exploitation. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള സ്ത്രീകൾ വ്യത്യസ്ത രീതികളിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് KG ജോർജ് ഈ സിനിമയിൽ വ്യക്തമാക്കുന്നുണ്ട്. സമ്പന്ന സ്ത്രീകൾ മാനസിക അവഗണന അനുഭവിക്കുന്നു. മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീകൾ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും അവർക്ക് ചുമക്കേണ്ടി വരുന്നു. ഇനി പൂറായിട്ടുള്ള സ്ത്രീകൾ, അതായത് എക്കണോമിക്കലി പൂറായിട്ടുള്ള സ്ത്രീകൾ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ചൂഷണത്തിന് ഇരയാകുന്നു. The film also criticizes the traditional idea that family is always a place of love and safety. സിനിമ കുടുംബത്തെയും വിവാഹത്തെയും കുറിച്ചിട്ടുള്ള ഒരു പരമ്പരാഗത കാഴ്ചപ്പാടിനെ വിമർശിക്കുന്നുണ്ട്. Instead, it presents family as a space where women are expected to remain silent, sacrifice their happiness and obey men. അതോടൊപ്പം തന്നെ കുടുംബം എപ്പോഴും സുരക്ഷയും സ്നേഹവും നൽകുന്ന ഇടമല്ലെന്ന് ഈ ചിത്രം കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ മിണ്ടാതെയും ത്യാഗം ചെയ്തും പുരുഷന്മാരെ അനുസരിച്ചും ജീവിക്കണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. Marriage is shown not as a source of happiness but as a system that often limits women's freedom and identity. മാരേജ്, വിവാഹം സന്തോഷത്തിൻ്റെ ഉറവിടമല്ല, മറിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണെന്ന് ഈ സിനിമ സൂചിപ്പിക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഈസ് വുമൻസ് റെസിസ്റ്റൻസ്. സ്ത്രീകളുടെ പ്രതിരോധമാണ് മറ്റൊരു പ്രധാന തീമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് സൈലൻ്റ്ലി ആക്സെപ്റ്റിംഗ് ദെയർ സഫറിങ്, the women try to escape or challenge the oppressive conditions their own ways. Their actions show that women have the strength to fight against injustice. എല്ലാം സഹിക്കുന്നവരെല്ലാം അല്ലെന്ന് കാണിക്കുക, അതായത് എല്ലാം സഹിക്കുന്നവരല്ലെന്നും
അനീതിക്കെതിരെ അവർ വിവിധ രീതികളിൽ പ്രതികരിക്കും എന്നൊക്കെ ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. സ്ത്രീകളെന്ന് പറയുന്നത് എല്ലാം സഹിക്കുന്നവരല്ല, അവർ ഫൈറ്റ് ചെയ്യുന്നവരാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു പോരാട്ടം ആത്മാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സിംബോളിക് എൻഡിങ്, ഇതിലൊരു പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവസാന രംഗം പറയുന്നുണ്ട്. ദ എൻഡിങ് ഓഫ് ആദാമിൻ്റെ വാര്യൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ സീൻസ് ഇൻ മലയാളം സിനിമ. ആദാമിൻ്റെ വാര്യൽ എന്ന ഈ ഒരു മൂവിയിൽ ഇതിൻ്റെ അവസാന രംഗം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രംഗങ്ങളിൽ ഒന്നാണ്. ഇൻ ദ ഫൈനൽ സീക്വൻസ് ദ ത്രീ വുമൻ വാക്ക് അവേ ഫ്രം ദ ഒപ്രസീവ് സ്ട്രക്ചേഴ്സ് ദാറ്റ് control their lives. They move towards the camera, symbolically stepping beyond their homes and even beyond the fictional world of film. അതായത് ഇതിൻ്റെ അവസാനത്തിൽ 3 സ്ത്രീകളും ഈ ഒരു അടിച്ചമർത്തലും വേദനയിൽ നിന്നും അതായത് തങ്ങൾ അടിച്ചമർത്തിയ സാമൂഹിക സംവിധാനങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് നടന്നു പോകുന്ന ഒരു രംഗമാണ് ഇതിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയുന്നത്. അവർ ക്യാമറയിലേക്ക് നടക്കുന്നത് സിനിമയുടെ സാങ്കല്പിക ലോകത്തിൻ്റെ അതിരുകളും മറികടക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ദിസ് സീൻ ഈസ് ഓഫൺ ഇൻ്റർപ്രറ്റഡ് ആസ് എ സിംബോളിക് ബ്രേക്കിംഗ് ഓഫ് ദ ഫോർത്ത് വാൾ, ഇൻവൈറ്റിംഗ് ദ ഓഡിയൻസ് ടു തിങ്ക് അബൌട്ട് ദ റിയാലിറ്റി ഓഫ് വുമൻസ് ഓപ്പറേഷൻ ആൻഡ് ദ നീഡ് ഫോർ സോഷ്യൽ ചേഞ്ച്. ഇറ്റ് റെപ്രസെൻറ്റ് ഫ്രീഡം, റെസിസ്റ്റൻസ്, ഹോപ്പ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അതായത് ഈ ഒരു രംഗം, ഈ 3 പേരും നടന്നു പോകുന്ന ഈ രംഗം ഫോർത്ത് വാൾ തകർക്കുന്ന പ്രതീകാത്മക രംഗം ഈ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സിംബോളിക് ഓഫ് ബ്രേക്കിംഗ് ഓഫ് ദ ഫോർത്ത് വാൾ. അതായത് സ്ത്രീകളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സാമൂഹിക മാറ്റത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയാനും ഇത് പ്രേക്ഷകരെ, ഓഡിയൻസിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സീൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, പ്രതിരോധം, പ്രത്യാശ എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ആദാമിൻ്റെ വാര്യലിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ആദാമിൻ്റെ വാര്യൽ is a powerful social and feminist film that exposes the harsh realities of patriarchy, gender inequality and domestic oppression. Through the lives of Alice, Vasanthi and Amini, K.G. George shows that women from every class deserve equality, dignity and freedom. The film's realistic style, strong social message and unforgettable ending make it one of the finest works in Malayalam cinema. Even today, it remains an important film that encourages society to respect women's rights and challenge injustice. ഇതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ആദാമിൻ്റെ വാര്യൽ എന്ന് പറയുന്നത് പാട്രിയാർക്കി, പുരുഷാധിപത്യം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗസമത്വം, കുടുംബ പീഡനം എന്നിവയെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു സാമൂഹിക ഫെമിനിസ്റ്റ് സിനിമയാണിത്. ആലീസ്, വസന്തി, അമ്മിണി എന്നീ 3 സ്ത്രീകളുടെ ജീവിതത്തിലൂടെ എല്ലാ സ്ത്രീകൾക്കും സമത്വവും സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഒക്കെ ലഭിക്കേണ്ടതുണ്ടെന്ന് KG ജോർജ് വ്യക്തമാക്കുന്നു. യാഥാർത്ഥ്യബോധമുള്ള അവതരണ ശൈലിയും ശക്തമായ സാമൂഹിക സന്ദേശവും ഇതിൻ്റെ അവസാന രംഗമൊക്കെ ഈ ചിത്രത്തെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മൂവിയിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട്. ഇന്നും ഈ സിനിമ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക അനീതിക്കെതിരെ പോരാടാനും സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മികച്ച സൃഷ്ടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്.